നോക്ക് നാരായണ. ബെൽജിയം കട്ടിംഗ് ആണ് JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. ബെൽജിയം കട്ടിങ് ഇതോ? ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റു കുറവാ. ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ? അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം. യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ്. ഒന്നിന് 500 രൂപ പോലും. മിസ്റ്റർ, ഒന്നിന് 70,000 വെച്ച് 5-ന് 3,50,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30. JD30യെ പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ ഇരുത്താൻ പാടില്ല സർ. ഗുഡ് ബൈ. നമ്മളെല്ലാവരും ഒരുപാട് കണ്ട് ചിരിച്ചൊരു കോമഡി സീനാണിത്. ഇതിൽ ശ്രീനിവാസൻ വന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് മൂപ്പര കയ്യിലൊരു JD30 എന്ന് പറഞ്ഞ ഒരു ഡയമണ്ട്, ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡയമണ്ട് വിൽക്കാനുണ്ട് എന്നാണ്. അപ്പോ ഈ സീന് കണ്ട സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സ്റ്റോൺ ഇല്ല, അതൊരു കോമഡി രംഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ പുള്ളി പറയുന്നതിൽ ഒരു ടേം കറക്റ്റ് ആണ്, ബെൽജിയം കട്ട്. ബെൽജിയം കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. കാരണം ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ആന്റ്വേർപ്പിലാണ് മെയിൻലി ഡയമണ്ടിന്റെ കട്ടിങ് ആൻഡ് പോളിഷിങ് അതേപോലെ തന്നെ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഡയമണ്ട്സിന്റെ കട്ടിങ് സ്റ്റൈലിനെ ബെൽജിയം കട്ട് എന്ന് പറയും. അതേപോലെ തന്നെ അവിടുന്ന് വരുന്ന സ്റ്റോണിനൊക്കെ ബെൽജിയം കട്ട് ഡയമണ്ട് എന്ന് മാർക്കറ്റിൽ പൊതുവെ പറയാറുണ്ട്. അതിന് റൗണ്ട് ബ്രില്യൻ കട്ട് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റിൽ വിളിക്കുന്നത്. പക്ഷെ ബെൽജിയം കട്ട് എന്നും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു വാക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന JD30 മുമ്പേ പറഞ്ഞിരിക്കുന്ന ബെൽജിയം കട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡയമണ്ടിന്റെ കട്ടിങ് സ്റ്റൈലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം കൂടെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ബൈ.